തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം കത്തിക്കാളി തീരുകയാണ്. പ്രധാനമായും നമുക്ക് 3 മുന്നണികളാണുള്ളത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രചരണങ്ങൾക്ക് മറ്റുമായി ഏകദേശം 5 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിക്കുന്നു. 3 പ്രധാന മുന്നണികളും ചേർന്ന് ഏകദേശം 15 കോടി രൂപ. ഇതിനൊപ്പം അണികളുടെ അധ്വാനത്തിന്റെ വില കൂടിയാകുമ്പോൾ, അതായത് കൊടികെട്ടാനും നോട്ടീസ് വിതരണം ചെയ്യാനുമൊക്കെയായി ഇറങ്ങുന്ന അണികളുടെ അധ്വാനം കൂടി ചേർത്ത് വെച്ചാൽ ഒരു പാർട്ടിക്കാരുടെ മാത്രം കണക്ക് ഏകദേശം 10 കോടിക്കടുത്ത് വരും. ഇതിൽ ഭൂരിഭാഗവും സമൂഹത്തിലെ പല പ്രമുഖരും അല്ലെങ്കിൽ പ്രമുഖ കമ്പനികളും ഒരുപക്ഷെ യാതൊരു പ്രതിഫലവും മോഹിക്കാതെ സമ്മാനിക്കുന്നതാവും. വിജയിച്ചാൽ ഈ തുകയൊക്കെ നിസ്സാരമായി ഊരിയെടുക്കാമെന്ന് ഓരോ മുന്നണിക്കും അറിയാമെന്നുള്ളതാണ് സത്യം. അധികാരത്തിലെത്തുന്ന ഓരോരുത്തരും ഈ ചെലവാക്കുന്ന തുകയുടെ പകുതി തുകയുടെ ഫലമെങ്കിലും തന്റെ മണ്ഡലത്തിന് കിട്ടണമെന്ന് വാശി പിടിച്ചിരുന്നെങ്കിൽ, തന്ത്രങ്ങൾ പ്രയോഗിക്കാതെ തന്നെ സ്വന്തം കുടുംബത്തെ പോലെ മണ്ഡലത്തെ കണ്ട് ചാടി ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നേ നന്നാകുമായിരുന്നു. അപ്പോൾ ഗവൺമെന്റ് ഫണ്ടുകളെ മാത്രം ആശ്രയിക്കാതെ മറ്റ് NGO കളുടെ സഹായത്തോടെ സമാന്തര ക്ഷേമ പദ്ധതികൾ തയ്യാറാക്കാമായിരുന്നു.